റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുൻ ഗവർണർ മടക്കിയ ബില്ലുകളിൽ പോരാട്ടം തുടർന്ന് കേരളവും. ബില്ലുകൾ പുതുക്കി നിയമസഭയിലെത്തിക്കാനാണ് സർക്കാരിന്റെ ആലോചന. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തേക്കും. തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിലെ സുപ്രീംകോടതിയുടെ നിർണായക വിധിയുടെ പശ്ചാത്തലത്തിലാണ് നീക്കം. കേരളത്തിന്റെ ഹർജി അടുത്ത മാസം 12-നാണ് സുപ്രീംകോടതി പരിഗണിക്കുക. നിയമസഭ പാസാക്കിയ 6 ബില്ലുകളാണ് മുൻ ഗവർണർ മടക്കിയത്. റോഷിബാൽ വിവരങ്ങളുമായി. റോഷിബാൽ, കേരളത്തിന്റെ ഹർജി മെയ് 13-നാണ് സുപ്രീംകോടതി പരിഗണിക്കുക. ഇനിയും ദിവസങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഏത് രൂപത്തിൽ ഈ ബില്ലുകൾ പാസാക്കാനുള്ള ആലോചനകളാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്? സ്മൃതി, ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ 7 ബില്ലുകൾ നൽകിയപ്പോൾ ആ 7 ബില്ലുകൾ നിയമസഭ പാസാക്കിയ ബില്ലുകൾ അതിന് ഒപ്പുവെക്കാതെ നേരെ രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു ഗവർണർ. രാഷ്ട്രപതി ആ ബില്ലിൽ ലോകായുക്ത നിയമ ഭേദഗതിയിൽ മാത്രം ഒപ്പുവെച്ചു. മറ്റ് 6 ബില്ലുകളും തിരിച്ച് ഗവർണർക്ക് അയക്കുകയും അത് പിന്നീട് ഗവൺമെന്റിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഈ 6 ബില്ലുകൾ പിന്നീട് എന്ത് ചെയ്യണമെന്ന് വ്യക്തമാകാത്ത സാഹചര്യത്തിലാണ് പിന്നീട് സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ സമീപിച്ചത്. ഏതാണ്ട് അതിൽ ഒരു ബില്ല് 23 മാസമാണ് പിടിച്ചുവെച്ചത്. മറ്റു പല ബില്ലുകളും 15 മാസമോ അതിൽ കൂടുതലോ ഗവർണർ പിടിച്ചുവെച്ചു. അതിനുശേഷമാണ് ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയക്കുന്നത്. തമിഴ്നാട് സർക്കാർ നൽകിയ കേസിൽ സുപ്രീം കോടതി വിധി പ്രകാരം പരമാവധി 3 മാസം മാത്രമേ ഈ ബില്ലുകളിൽ ഗവർണർ തീരുമാനം എടുക്കേണ്ട സമയം, അതിന് ഇടയിൽ തീരുമാനമെടുക്കണം. അല്ലെങ്കിൽ ബില്ലെത്തിയാൽ ഉടനെ തന്നെ പരിശോധിച്ച് രാഷ്ട്രപതിക്ക് അയക്കാം. അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഉത്തരവ്. ഏതായാലും ഈ ഉത്തരവ് എങ്ങനെ അത് സംസ്ഥാനത്തിന് ഈ 6 ബില്ലുകൾക്ക് ഉപകാരപ്രദമാകും എന്നതിനെക്കുറിച്ചുള്ള നിയമപരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം. നേരത്തെ നൽകിയ ഹർജിയിൽ ഗവർണർമാർ ഈ ബില്ലുകൾ പിടിച്ചു നിർത്തുന്നതിനെതിരെയുള്ള ഹർജിയിലുള്ള വാദം ശക്തമായി മുന്നോട്ട് കൊണ്ടുവരും. ഏതായാലും മടക്കിയ 6 ബില്ലുകൾ അത് നിയമസഭയിലേക്ക് കൊണ്ടുവന്ന് അത് പാസാക്കി വീണ്ടും ഗവർണർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. ഈ കാര്യത്തിൽ വലിയ താമസമില്ലാതെ തന്നെ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. നേരിട്ട് ഈ തിരിച്ചയച്ച ബില്ലുകൾ വീണ്ടും ഗവർണർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്ന പരിശോധനയും നടക്കും. നിലവിലേതായാലും നിയമസഭ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്ത് 6 ബില്ലുകൾ അത് പുതുക്കി വീണ്ടും അവതരിപ്പിച്ച് പാസാക്കിയതിനു ശേഷം രാജ്ഭവനിലേക്ക് എത്തിക്കാനുള്ള ആലോചനയാണ് ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഇനി സർക്കാർ ഇത് ഗവർണർക്ക് മുന്നിലേക്ക് എത്തിച്ചാൽ പിന്നീട് അത് ഒപ്പുവെക്കാതെ മടക്കാൻ പറ്റില്ല. അങ്ങനെയാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തമിഴ്നാടിന്റെ അതേ മാതൃകയിൽ തന്നെ വീണ്ടും ഈ ബില്ലുകൾ പാസാക്കുക എന്ന ആലോചനയിലേക്കാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. ഏതായാലും തമിഴ്നാടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന സുപ്രധാന വിധി അത് കേരളത്തിനും ബാധകമാണ് എന്നതും ആശ്വാസകരമാണ്.